നിർമ്മാണം പുരോഗമിക്കുന്ന മലയോര ഹൈവേയിലൂടെയുള്ള യാത്ര അതികഠിനം. ടാറിംഗ് നടക്കാത്ത മേഖലകളിൽ പൊടി ഉയരുന്നത് വാഹനയാത്രികർക്കുൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കരാറുകാർ യഥാസമയം വെള്ളമൊഴിക്കാത്തതാണ് പൊടി ഉയരാൻ കാരണം. കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ടാറിംഗ് പ്രവർത്തനമടക്കം നടന്നെങ്കിലും ചിലയിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിലാണ് നീങ്ങുന്നത്. ഈ മേഖലയിലാണ് പൊടി വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ അസുഖമുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് തലകറക്കം വരെ ഉണ്ടാകും. ഈ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും. ഇത് വാസ്തവത്തിൽ അവർ വെള്ളമൊഴിച്ച് ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. ശരിയാണ്, ആവശ്യമായിട്ട് വല്ലപ്പോഴും ഒഴിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രയോജനം. മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതുപോലുള്ള ചൂടല്ലേ. കരാറുകാർ യഥാസമയം വെള്ളം തളിക്കാത്തതാണ് പൊടി ഉയരാൻ പ്രധാന കാരണം. ഒപ്പം ശക്തമായ വെയിൽ അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ പൊടിയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഇതോടെ ഇരുചക്ര വാഹനയാത്രികർ ചരലിൽ തെന്നി വീഴുന്നതും പതിവാണ്. വാഹനയാത്രികർക്ക് മാത്രമല്ല, സമീപത്തെ വ്യാപാരശാലകളിൽ ഉള്ളവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഭയങ്കര പൊടിയാണ്, ഒരു രക്ഷയില്ല. പൊടിയെന്ന് പറഞ്ഞാൽ ഈ കടയ്ക്കകത്ത് ലക്ഷക്കണക്കിന് രൂപ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. വണ്ടികളൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ വാഹനങ്ങൾ, ബൈക്ക്, അതുപോലെ ചെറിയ വണ്ടികളൊക്കെ പോകുമ്പോൾ അവർക്ക് സ്കൂട്ടികളൊക്കെ പെണ്ണുങ്ങളൊക്കെ പോകുന്നത് ഇതെല്ലാം ഭയങ്കര പാടാണ്. മുൻപ് സമാനമായ രീതിയിൽ പൊടി ഉയർന്നതോടെ കൃത്യമായി വെള്ളം ഒഴിക്കണമെന്ന ജില്ലാ നേതൃത്വമടക്കം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കരാറുകാർ ആദ്യം ഇക്കാര്യം പാലിച്ചെങ്കിലും പിന്നീട് പൊടിയുള്ള ഭാഗങ്ങളിൽ വെള്ളം നനയ്ക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. ഇതോടെ വലിയ തോതിലുള്ള പൊടിപടലങ്ങളിലൂടെ വേണം ആളുകൾക്ക് യാത്ര ചെയ്യാൻ. ഇത് കാൽനട യാത്രക്കാരെയും വലിയ ദുരിതത്തിലാക്കുകയാണ്. അധികൃതർ ശ്രദ്ധ ചെലുത്തി പൊടി ഉയരുന്ന ഭാഗങ്ങളിൽ കൃത്യമായി വെള്ളം നനയ്ക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.